തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിലെ രോഗികൾ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞത് 3 ദിവസത്തോളം. അമ്മമാരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരുമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, വാർഡുകളായ 5, 6 എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പേരിന് പോലും വെള്ളമില്ലായിരുന്നതായി രോഗികൾ പറയും. വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിൽ 700 mm പൈപ്പിലുണ്ടായിരുന്ന ചോർച്ചയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചു. തുടർന്ന് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചെങ്കിലും മൊത്തമായ പ്രശ്നത്തിന് അത് പരിഹാരമായില്ല. മേട്ടുക്കട റോഡ് ഡ്രെയിനേജ് പണിക്കായി പൊളിച്ചിട്ടതിനെ തുടർന്ന് ടാങ്കർ ലോറികൾ മറ്റു വഴികളിലൂടെയാണ് വെള്ളം എത്തിച്ചത്. എന്നാൽ ഈ വെള്ളം സ്ത്രീകളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കോ കുട്ടികളുടെ തുണി കഴുകുന്നതിന് പോലും പര്യാപ്തമായില്ല. ഗർഭിണികളുടെ വാർഡുകളിലും കഴിഞ്ഞ 2 ദിവസത്തോളം വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഓപ്പറേഷൻ തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടത്തിൽ വെള്ളം പൂർണ്ണമായി മുടങ്ങിയതോടെ രോഗികൾ ആകെ വലഞ്ഞു. 400-ലധികം സ്ത്രീകളും 100-ലധികം കുട്ടികളും ദിനം പ്രതി ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിലാണ് ഇത്തരം സംഭവം ഉണ്ടായതെന്ന് ഓർക്കണം. എന്നാൽ ഈ പ്രശ്നം ഇതാദ്യമായല്ലെന്നും സ്ഥിരം സംഭവമാണെന്നും രോഗികളും ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രശ്നം ആശുപത്രി അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിച്ചതായും വിവാദങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. തൈക്കാട് ഭാഗങ്ങളിൽ ഇതിനു മുമ്പും വെള്ളം മുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. മറ്റു പദ്ധതികളുടെ ഭാഗമായി 2017 ഏപ്രിലും 2018 സെപ്റ്റംബറിലും 2024 സെപ്റ്റംബർ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളിലും തിരുവനന്തപുരം നഗരത്തിലെ മറ്റ് ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതേ അവസ്ഥ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.